വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളാണ്. ഇവിടെ പഴയ പാലം ഇങ്ങനെ മുകളിൽ നിൽക്കുന്നതുകൊണ്ട് അത്ര കൃത്യമല്ലാത്ത ദൃശ്യങ്ങൾ. അത് കഴിഞ്ഞ് തൊട്ട് മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും ചാലക്കുടി പുഴയുടെ ദൃശ്യങ്ങൾ. ഞാനിപ്പോൾ വാൽപ്പാറയിലേക്കുള്ള യാത്രയിലാണ്. വാൽപ്പാറ മലക്കപ്പാറയിൽ നിന്ന് ഏകദേശം 27 കിലോമീറ്റർ അകലെ തമിഴ്നാട്ടിലെ ഒരു ചെറിയ പട്ടണമാണ്. ശരിക്കും ഈ ഒരു സ്ഥലം തമിഴ്നാട്ടിലെ മൂന്നാർ എന്നൊക്കെ പറയാം. പക്ഷേ മൂന്നാറിലെ അത്രയും തണുപ്പില്ല, അത്രയും ഒരു ഉയരത്തിലുമല്ല. എത്തിപ്പെടാൻ ഉള്ള ഏക മാർഗമാണ് കേരളത്തിൽ നിന്നും ചാലക്കുടിയിൽ നിന്ന് മലക്കപ്പാറ വഴി ആണ് പോകേണ്ടത്. ഈ മലക്കപ്പാറയിലേക്കുള്ള വഴിയുടെ കാഴ്ചകളാണ് മുഴുവൻ. ഇടതൂർന്ന വനപ്രദേശത്തുകൂടെയാണ് കാഴ്ചകൾ. അതുപോലെ വന്യമൃഗങ്ങൾ ഈ ഭാഗത്ത് ധാരാളമായി കാണാറുണ്ട്. മുമ്പ് ഞാനിതിലെ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. അതിലൊരു പ്രാവശ്യം പോയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. അതിനു മുമ്പ് ഇന്നത്തെ പോലെ തന്നെ നല്ല മഴയുള്ള ഒരു ദിവസമാണ് പോയത്. വഴിയിലൊക്കെ ആന റോഡിലൂടെ പോയതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരേക്കും ഒരു ആനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വന്യമൃഗങ്ങളെയോ ഈ റോഡിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇതിലെ ഒരു ഒറ്റയാൻ, കബാലി എന്നു പേരുള്ള ഒറ്റയാൻ ഇവിടെ ബസ്സിൻ്റെ ഒക്കെ തടഞ്ഞ് നിൽക്കുന്ന കാഴ്ചകൾ. ഏതായാലും അതൊന്നും ഇപ്പോൾ കിട്ടിയിട്ടില്ല. വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. പോകുന്ന വഴിക്ക് 2 സൈഡിലും നല്ല രീതിയിലുള്ള മുളകൾ വളർന്നു നിൽക്കുന്ന കാഴ്ചകളാണ്. നല്ല മനോഹരമാണ് ഈ കാഴ്ചകൾ. ഇവ അധികവും കുറേയൊക്കെ റോഡിലേക്ക് വന്ന് ആ സഞ്ചാരപാതയിലും കുറേ തടസ്സങ്ങൾ ചില സമയത്ത് ഉണ്ടാകാറുണ്ട്. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൃത്യം ഒരു വണ്ടി മാത്രം പോകാനുള്ള സിംഗിൾ റോഡാണ്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാമെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നേരത്തെ ഈ 7:45 തുടങ്ങുന്ന ഈ ഒരു വണ്ടി മാത്രമേ ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഈ ടൂറിസം പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയി വാൽപ്പാറയുടെയും മലക്കപ്പാറയുടെയും ഒക്കെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടതോടുകൂടി ഏകദേശം 4-5 സർവീസ് ചാലക്കുടി ഡിപ്പോയിൽ നിന്ന് ഇപ്പോൾ മലക്കപ്പാറയ്ക്ക് നടത്തുന്നുണ്ട്. അതേപോലെ പ്രൈവറ്റ് ബസ് 2-3 പ്രൈവറ്റ് ബസ് വാൽപ്പാറ വരെയും പോകുന്നുണ്ട് തമിഴ്നാട്ടിലെ. അല്ലെങ്കിൽ ഈ ബസ്സിന് പോയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു 11:20 11:25 മലക്കപ്പാറ ചെല്ലും. അവിടുന്ന് അപ്പോൾ തന്നെ തമിഴ്നാട് TNSTCയുടെ ബസ്സുണ്ട്. അതിൽ കയറി വാൽപ്പാറയിലേക്ക് എത്താം. തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഇന്ന് പോരാൻ ആണെങ്കിൽ തിരിച്ചുള്ള ബസ്സുകൾ 3:45-നും 5:10-നും 2 ബസ്സുകൾ കൂടി കേരള RTCയുടെ 2 ബസ്സുകൾ കൂടി ചാലക്കുടിക്കുണ്ട് മലക്കപ്പാറയിൽ നിന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യണം. ഇപ്പോൾ ഏകദേശം മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. താഴെ കാണുന്ന ഷോളയാർ ഡാമിൻ്റെ റിസർവോയറാണ്. ഇതും ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ള ഡാമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും KSEBയുടെ സംരക്ഷണത്തിലായിരിക്കും. തൊട്ട് താഴെ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം താഴെ ഒരു പവർ ഹൗസ് ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററോളം പോയാൽ മലക്കപ്പാറയിലേക്ക് എത്തും. അവിടെ നിന്നും അടുത്ത ബസ് ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു ചെറിയ പാലം പൊളിഞ്ഞ് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ബസ് അവിടെ വരെ പോകുള്ളൂ. അത് കഴിഞ്ഞ് ഒരു 1 കിലോമീറ്ററോളം മിക്കവാറും നടന്നിട്ട് വേണമായിരിക്കും ഈ
വാൽപ്പാറയ്ക്കുള്ള ബസ് കിട്ടുന്നതിലേക്ക് സ്ഥലത്തേക്ക് ചെല്ലാനായിട്ട്. ഏതായാലും മലക്കപ്പാറയുടെ കാഴ്ചകളിലേക്ക് വന്നു തുടങ്ങി. ഇപ്പോൾ മുൻപിൽ മുഴുവൻ തോട്ടങ്ങളുടെ ഒരു കാഴ്ചകളാണ്. മൂന്നാറിലേതുപോലെ തന്നെയുള്ള കാഴ്ചകൾ. പക്ഷേ ഇവിടുത്തെ കുറച്ചുകൂടി ഒരു വ്യത്യസ്തമുണ്ട് ഇവിടുത്തെ ഈ തേയില തോട്ടങ്ങൾക്കെന്ന് എനിക്ക് തോന്നുന്നു ഹാരിസൺ മലയാളത്തിൻ്റെ ഉടമസ്ഥയിലുള്ള തേയിലത്തോട്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമ്മുടെ മൂന്നാറിന് ഇതിന് സമാനമായിട്ടുള്ള ഒരു കാഴ്ചകൾ തന്നെയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഏകദേശം ഇനി വാൽപ്പാറ വരെയും ഒക്കെ ഈ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ്. ഇത് ഏകദേശം സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരുപക്ഷെ ഈ തേയിലത്തോട്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വണ്ടി മാത്രം പോകുന്ന തരത്തിലുള്ള റോഡാണ് ഇപ്പോഴും. ഇവിടുത്തെ റോഡൊന്നും കാര്യമായിട്ട് വികസിച്ചിട്ടില്ല. ശരിക്കും ഒരു കൂപ്പ് റോഡ് പോലത്തെ റോഡ് എന്ന് പറയാവുന്ന രീതിയിലുള്ള റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ടുള്ള യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ പരമാവധി ഇട ദിവസങ്ങളിലാണെങ്കിൽ വലിയ തിരക്ക് ഇല്ലാതിരിക്കും. ഇന്നിപ്പോൾ ശനിയാഴ്ചയായിട്ട് കൂടി മഴയായതുകൊണ്ടാവാം, അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങൾക്കും ചെറിയൊരു മങ്ങലുണ്ട്. വലിയ തിരക്കുകൾ കാണുന്നില്ല. മുമ്പേ അവിടെ വന്നപ്പോൾ ആ ബസ്സിൽ ഏകദേശം ഫുൾ എല്ലാ സീറ്റിലും ഇവിടം വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കാഴ്ചകൾ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഒരു ദിവസത്തെ ഒരു ഔട്ടിങ്ങിന് വലിയ കുഴപ്പമില്ലാത്ത ഒരു സ്ഥലം കൂടെയാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ മൂന്നാറ് കിട്ടുന്ന പോലെയുള്ള ഫെസിലിറ്റീസൊന്നും ഇവിടെ കിട്ടിയെന്ന് വരില്ല. ചെറിയ ചെറിയ ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ നല്ല ഹോട്ടലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതായത് നമ്മൾ മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വഴി വളരെ മോശമാണ്. ഇനിയും വഴി കുറേ കൂടെ പണിത് തീരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ കുഴിയിൽ നിന്ന് അടുത്ത കുഴിയിലേക്ക് എടുത്ത് ചാടിക്കൊണ്ട് ഒക്കെയാണ് നമ്മളുടെ യാത്ര. പക്ഷേ ഈ തേയിലത്തോട്ടങ്ങളുടെ ഈ ഒരു കാഴ്ചകൾ, ഈ താഴ്വാരങ്ങളുടെ കുന്നിൻ്റെ കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ്. അങ്ങനെയുള്ള തേയില ചെടികളുടെ കാഴ്ചകളെ കണ്ടുകൊണ്ട് മലക്കപ്പാറ എത്തുന്നത് വിചാരിക്കുകയാണ്.